ഹലോ, ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ് കേട്ടോ. എൻ്റെ ചെറിയ മോനിക്ക് ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാലൊന്ന് തിരിഞ്ഞിട്ട് മുട്ടുംകാലിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്, ലിഗമെൻറ്റ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതാണ്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ അവിടുത്തെ വൈബ് എനിക്ക് നല്ല ഇഷ്ടമായി. അവിടുത്തെ ആ ജനാല അങ്ങോട്ട് തുറക്കുമ്പോൾ അവിടെ കിളികളുടെ ആ ശബ്ദം കേൾക്കാൻ നല്ല രസമുണ്ട്. ഇന്നലെയാണ് അഡ്മിറ്റായത്. അപ്പോഴേക്കും ഇക്ക പോയി ചായ വാങ്ങിച്ചു കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾ രാവിലെ ചായ മേടിച്ചു കൊടുന്നിട്ട് അവിടെ ക്യാൻറ്റീനുണ്ട്, അവിടെ തന്നെ വാങ്ങിച്ചു കൊടുന്നിട്ട് ചായ കുടിക്കണേ രാവിലെ നേരത്തെ. 6 മണിയൊക്കെ ആയിട്ടുള്ളൂ. ഇന്നലെ അഡ്മിറ്റായി. ഇന്നലെ സർജറിയും കഴിഞ്ഞു കാലിൻ്റെ മുട്ടിൽ. പിന്നെ ഒരു 8:30 കഴിഞ്ഞതും ഡോക്ടർ വന്ന് നോക്കിയ ശേഷം ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ ക്യാൻറ്റീനിലേക്ക് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. ഇതാണ് ക്യാൻറ്റീന്. പക്ഷെ നല്ല ക്ലീനായിട്ടുണ്ട് കേട്ടോ. ക്യാൻറ്റീന് നല്ല വൃത്തി, പരിസരവും അടുക്കളയും എല്ലാ ഭാഗവും കാണാൻ. പിന്നെ ഹോസ്പിറ്റൽ ക്യാൻറ്റീനും ആണല്ലോ. ഡോക്ടേഴ്സ്, സ്റ്റാഫുകൾ, സിസ്റ്റർമാർ എല്ലാവരും ഇവിടെ വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഡോക്ടേഴ്സിന് ഇരിക്കാൻ റൂം വേറെ ഉണ്ട്. സിസ്റ്റർമാർ എല്ലാവരും ഇവിടെയാണ് ഇരിക്കുന്നത്. രാവിലെ റോസ്റ്റും ചട്നിയും സാമ്പാറുമാണ്. അത് കഴിഞ്ഞ് ഉച്ചക്ക് വീണ്ടും പോയി. രസം, ഉപ്പേരികൾ, പായസം, പപ്പടമൊക്കെ ഉണ്ട്. വിഷു ദിവസമാണ് വിഷുവിൻ്റെ തലേ ദിവസമാണ് അഡ്മിറ്റായത്. അപ്പോൾ വിഷു ആയതുകൊണ്ട് ചോറിന് സാമ്പാറും ഉപ്പേരികൾ, പായസമൊക്കെ ഉണ്ട്. എപ്പോഴും ഒരു ഉപ്പേരിയും സാമ്പാർ, അച്ചാർ, മോര്, രസം എല്ലാം ഉണ്ടാവും. പക്ഷേ ഇന്നൊരു 2 ഉപ്പേരി ഒരു എക്സ്ട്രാ ഉണ്ട്. പിന്നെ പപ്പടമുണ്ട്, പായസമുണ്ട്. അത് വിഷു ആയതുകൊണ്ട് ആണെന്നാണ് പറഞ്ഞത് അവർ. നല്ല ക്ലീനായിട്ടുണ്ട്. ഭക്ഷണമൊന്നും കുഴപ്പമില്ല, നല്ല ടേസ്റ്റുള്ള ഭക്ഷണം. ഇന്നലെ മോനിക്ക് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഫുഡൊന്നും. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ വന്നിട്ട് മോനിക്ക് പാർസൽ വാങ്ങിച്ച് കൊണ്ടുപോയി. ഇപ്പോഴും അതേപോലെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അവനിക്കുള്ളത് പാർസൽ വാങ്ങിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് തന്നെ മോനിക്കുള്ള ഫുഡും വാങ്ങിച്ചിട്ട് പോയി. നല്ല വൈബാണ് പുറത്തൊക്കെ. നല്ല ചെടികളും ഇതൊക്കെ ക്യാൻറ്റീൻ്റെ ഫ്രണ്ടാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് എവിടെ പോയാലും ചെടികളും പൂക്കളും കണ്ടാൽ ഞാൻ അവിടെ സ്റ്റക്കാവും, അത് നോക്കി നിൽക്കും.
നല്ല രസമുണ്ട്. പക്ഷേ ഹോസ്പിറ്റൽ പോലെ ഇല്ല. ഇപ്പോൾ ഹോസ്പിറ്റലുകളൊക്കെ കാണാൻ എന്താ ഭംഗിയില്ലേ. ഓരോ ഹോസ്പിറ്റലിലും പോകുമ്പോഴും പാർക്കിൽ പോകുന്ന പോലെയാണ്. പാർക്കിലൊക്കെ പോകുന്നൊരു ഫീലാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ മോനിക്കുള്ള ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് റൂമിലോട്ട് പോയി. ഇക്ക ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് അവൻ്റെ പാർസലും പിടിച്ചിട്ട്. അപ്പുറത്ത് പണി നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ. അവിടെയൊക്കെ കല്ല് പതിക്കണ ടൈല് ഇടുകയാണ് മുറ്റത്തൊക്കെ. വലിയ ഹോസ്പിറ്റലാണ്. അത്താണി ഹോസ്പിറ്റലാണ്, അത്താണി. അറിയും. പിന്നെ വൈകിട്ട് വീണ്ടും ക്യാൻറ്റീനിൽ പോയി ഓരോ കടികളും ഓരോ ഗ്ലാസ് ചായയും കുടിച്ചു. മോന് പിന്നെ ചായ ഒന്നും കുടിക്കാറില്ല. അവനക്കൊരു കടി മാത്രം വാങ്ങിച്ചിട്ട് പോയി. പുറത്ത് നല്ല ഭംഗിയിട്ടോ, കിളികളുടെ ഇതുണ്ട് കൂട്, നല്ല ലവ് ബേർഡ്സും എല്ലാം ഉണ്ട്. ഇതും ക്യാൻറ്റീനിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണുള്ളത്. അത് കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ ഇപ്പം അങ്ങനെ വിളിക്കുന്നുണ്ട് അവിടെ നിന്ന്. ഞാൻ പറഞ്ഞു ഇതൊന്ന് വീഡിയോ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുമായിരുന്നു. പിന്നെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ പാർക്ക് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ അങ്ങനെ പണി നടക്കണ കാരണം പിന്നെ ഇതുപോലെ പറമ്പാണ്. അപ്പോൾ മൊത്തം പൊടി പൊടിച്ച് നാശമായിട്ടുണ്ടായിരുന്നു കാറ്. അതുമല്ല നല്ല വെയിലാണ്. ഈ വെയിലത്ത് കാറിൻ്റെ അങ്ങനെ ഹീറ്റായിട്ട് ഇരിക്കണുണ്ട്. കാറിൻ്റെ കോലം തന്നെ കെട്ട് കിടക്കണുണ്ട്. മൊത്തം ചളിയായിട്ടുണ്ട്. അവിടെ പോയപ്പോൾ എനിക്ക് ആ 4 പുറം മാങ്ങ ഫുള്ളും മാവാണ്. അതിലൊക്കെ നിറയെ മാങ്ങകളുണ്ട്. ഇക്ക കാറ് നോക്കുമ്പോൾ എൻ്റെ കണ്ണ് മൊത്തം മാങ്ങ മരത്തിലേക്കാണ്. ഞാൻ എന്നിട്ട് 2 മാങ്ങ വലിക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇക്കാൻ്റെ നിന്ന് ചീത്ത കിട്ടി. നല്ല മാങ്ങ ഉണ്ട്. കണ്ണിമാങ്ങകൾ നിറയുണ്ട്. ഈ മേലക്ക് മാങ്ങ, താഴെ നിൽക്കണ മാങ്ങകളിലൊന്നും കാണില്ല. എനിക്ക് തോന്നുന്നു ആരെങ്കിലുമൊക്കെ വലിച്ചിട്ട് പോകുന്നുണ്ടാവും. ഒരു മാങ്ങ മരമില്ല, നിറയെ ഉണ്ട്. ഒന്നൊന്നല്ല, പക്ഷെ നല്ല നല്ല മാങ്ങകളാണ് കേട്ടോ. നല്ല രസം, കാണാൻ തന്നെ നല്ല ഭംഗി. ഇതാണ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട്. അപ്പുറത്ത് കാഷ്വാലിറ്റിയാണ്, ആ റെഡ് കളർ കാണുന്ന അവിടെ. ഞങ്ങൾ ബാക്കിൽ കൂടെയാണ് പോകും ക്യാൻറ്റീനിലേക്ക് പോകുക. പിന്നെ രാത്രി പൊറോട്ടയും എഗ്ഗ് കറിയാണ് കഴിച്ചത്. എനിക്ക് എന്തോ 2 ദിവസം സാമ്പാർ കൂട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ, വയറൊക്കെ ഭയങ്കര എന്തോ പോലെ, ഗ്യാസിൻ്റെ പ്രശ്നം കൂടുതലായിട്ട് എനിക്ക് സാമ്പാറൊന്നും കൂട്ടുമ്പോൾ ചേരുന്നില്ല. പിന്നെ രാത്രി എഗ്ഗ് കറിയും പൊറോട്ടയും കഴിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം, പിന്നെ ഇന്നാണ് ഡിസ്ചാർജ്. പിറ്റേ ദിവസം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർക്ക് മേടിച്ച്, ഡോക്ടർ വന്ന ശേഷമാണ് ഫുഡ് കഴിക്കാൻ പോകുള്ളൂ. ഡോക്ടർ നേരത്തെ വരാറുണ്ട് 8:30 മണിക്കൊക്കെ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവനക്കുള്ളത് വാങ്ങിച്ചിട്ട് വരുമ്പോൾ അപ്പോഴേക്കും അവിടെ ഫിസിയോതെറാപ്പിസ്റ്റ് വന്നിട്ട് അവനക്ക് എക്സസൈസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഫിസിയോതെറാപ്പിസ്റ്റ് അവൻ്റെ ഫ്രണ്ടാണ്, മോൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ടാണ്. അതുകൊണ്ട് സീനൊന്നുമില്ല. അവന് നല്ല
ഇടയ്ക്ക് വന്ന് നോക്കാറുമുണ്ട്. മോൻ്റെ കാര്യങ്ങളൊക്കെ വന്ന് അന്വേഷിക്കും, ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും, എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് ഒക്കെ കാണിച്ചു കൊടുത്ത് അവനെ റൂമിലേക്ക് നടത്തിക്കുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് ഡിസ്ചാർജാണ്. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം. 3-ൻ്റെ അന്ന് ഡിസ്ചാർജാക്കി. അപ്പോൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കുകയാണ്, ഒന്നും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇക്ക ബില്ല് കെട്ടാനും പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള വിശേഷങ്ങളുമായിട്ട് ഇനി കാണാതിരിക്കട്ടെ. ഹോസ്പിറ്റൽ കേസ് അങ്ങനെയുള്ള നല്ല വീഡിയോകളായിട്ട് കണ്ടാൽ മതി എന്നാണ് എനിക്ക് ആഗ്രഹം. എന്തായാലും ഹോസ്പിറ്റലിൽ വന്നില്ലേ, ഞാൻ നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്താണ്. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കാലിലിടുന്ന ബെൽറ്റാണ്. ഇത് അത്യാവശ്യം കിടക്കുമ്പോഴൊക്കെ തിരിയും മറിയൊക്കെ ചെയ്യുമ്പോൾ കെട്ടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബായ്, സീ യു നെക്സ്റ്റ് വീഡിയോ. അസ്സലാമു അലൈക്കും. ബായ്.